ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് വിത്ത് മീ സീരീസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അതിനു വേണ്ടി ത്രെഡിൻ്റെ 3 സ്ട്രാൻഡാണ് ഞാൻ എടുത്തേക്കണേ. റെഡ് കളറാണ് ചൂസ് ചെയ്തേക്കണേ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫിഗർ. ഫസ്റ്റ് തന്നെ നമുക്ക് നൂല് അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കണം. നമുക്ക് കംഫർട്ടബിളായ സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു പെറ്റൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മറ്റേത് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ നൂല് താഴെ നിന്ന് എടുത്തു. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈ നീഡിലുണ്ടല്ലോ, അത് നമ്മൾ ഈ നൂലെടുത്ത ഭാഗത്തു നിന്ന് തന്നെ താഴേക്ക് കുത്തണം. ആൻഡ് കുറച്ച് ഗ്യാപ്പിട്ട് മുകളിലേക്ക് എടുക്കണം. ഓക്കെ, താഴേക്ക് കുത്തണം, പിന്നെ മുകളിലേക്ക് എടുക്കണം. ബാക്കിയുള്ള ത്രെഡ്, ഇങ്ങനെ നിൽക്കുന്ന ത്രെഡിൻ്റെ ഭാഗം ഉണ്ടാവും, അത് ഈ സൂചിയുടെ അടിയിൽ കൂടെ അപ്പുറത്തേക്ക് ഇടണം, ലൈക്ക് ദിസ്. ആൻഡ് ഇത് നമുക്ക് വലിക്കാം. ഒരു ചെയിൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഈ ത്രെഡ് നിൽക്കുന്ന ഈ പോയിന്റില്ലേ, ആ പോയിന്റിൻ്റെ അടിയിലേക്ക് ആക്കി കുറച്ച് ഗ്യാപ്പിട്ട് മുകളിലേക്ക് കൊണ്ടുവരണം. ആൻഡ് ബാലൻസ് ത്രെഡ് ഇതിൻ്റെ അടിയിൽ കൂടി എടുക്കുക, വീണ്ടും വലിക്കാം. സെക്കൻഡ് ചെയിനായി കണ്ടോ? ഇതേപോലെ വേണം എല്ലാം ചെയ്യാനായിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് എല്ലാ ചെയിനും സെയിം സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ കാണാൻ വൃത്തിയുണ്ടാവില്ല. ആൻഡ് അനദർ തിങ്, ഈ ബാലൻസ് തന്നെ ത്രെഡ് അടിയിൽ കൂടെ എടുക്കുന്നത് എല്ലാ വട്ടം ഒരു സൈഡിൽ കൂടെ തന്നെ എടുക്കണം. ഒരു വട്ടം ഒരു സൈഡിൽ കൂടെ എടുത്ത് നെക്സ്റ്റ് ടൈം വേറെ സൈഡിൽ കൂടെ എടുത്ത് ശരിയാവില്ല. എന്താ, ഇതേപോലെ കെട്ടാവാതെയും സൂക്ഷിക്കണം. നമ്മൾ നീളം കൂടുതലുള്ള ത്രെഡ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ വലിക്കണ സമയത്ത് കുറേ വട്ടം കെട്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നീളം അധികം കൂടുതലില്ലാത്ത ത്രെഡ് വേണം എടുക്കാൻ. ഇത് കാണുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ, പക്ഷെ 2-3 വട്ടം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര ഈസി ആയിരുന്നു എന്ന്. കംഫർട്ടബിളായ പൊസിഷനിലിരുന്ന് നമുക്ക് കംഫർട്ടബിളായ രീതിക്ക് ഈ എംബ്രോയ്ഡറി ഹൂപ്പ് പിടിച്ച് തുന്നാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ നേരത്തെ കെട്ടാവാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞല്ലേ, കെട്ടായി അവിടെ വെച്ച് തന്നെ നൂല് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. നമുക്ക് തീർക്കാൻ പറ്റുന്നതാണോ എന്നൊന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതുവരെ തുന്നിയതൊക്കെ ലൂസായി പോവും. സ്റ്റാർട്ടിങ് തൊട്ട് വീണ്ടും തുന്നേണ്ടി വരും. നമുക്ക് ഇതേപോലെ തന്നെ ഈ ഫ്ലവർ ഫുള്ള് ചെയ്തെടുക്കാം. ഞാൻ ഈ പടം ഫുള്ള് ചെയിൻ സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ചെയിൻ സ്റ്റിച്ച് വളരെ സിമ്പിൾ സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ചെയ്യാനും ചെയിൻ സ്റ്റിച്ച് നല്ലതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. സ്റ്റേ ട്യൂൺഡ്.